ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ വർക്കിന് വേണ്ടിയിട്ട് ഗോൾഡൻ ഷുഗർ ബീഡ്സും റെയിൻബോ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറി വേണം. പിന്നെ ഗോൾഡൻ ബീഡ്സ് 2 സൈസിൽ എടുക്കുന്നുണ്ട്, V2 ബീഡ്സ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ട ഈ റെഡ് കളറിലുള്ള ത്രെഡാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് എംബ്രോയിഡറി ത്രെഡോ സിൽക്ക് ത്രെഡോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമൽ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യണത്. പിന്നെ വർക്ക് ചെയ്യാനായിട്ട് ക്ലോത്തിൻ്റെ സെയിം കളറിലുള്ള നോർമൽ മെഷീൻ ത്രെഡും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡൻ 2 ബീഡ്സും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി ഇതിലേക്ക് മെഷർമെന്റ്സ് ഒക്കെ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നെക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പോണത്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള നെക്കിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് അപ്പുറത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ ചെറി ത്രെഡ് എടുത്തിട്ട് നോർമൽ നീഡിൽ കോർത്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ഒരു 2 വരി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഡ് വർക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് ത്രെഡ് എടുത്തിട്ട് കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം ഒരു ബീഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ബാക്ക് സ്റ്റിച്ച് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ഇതേപോലെ ഓരോരോ ബീഡ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരി വർക്ക് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അരി നീഡിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വർക്കാണിത്. പക്ഷേ അരി വർക്ക് ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലുള്ള ബീഡ്സ് വർക്ക് എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇതിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമ്മൾ ഫ്ലവർ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒരു ഗോൾഡൻ ബീഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബീഡിന്റെ ചുറ്റുമായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഒരു വീറ്റ് ബീഡും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു 2 ബീഡും ഒരു ഷുഗർ ബീഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലേക്കും പിന്നെ സെൻറ്ററിലും വരുന്ന പോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഗോൾഡൻ ബീഡ് 3 സൈസിൽ ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് വീറ്റ് ബീഡും ഷുഗർ ബീഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ 2 സൈഡിലേക്കും പിന്നെ സെൻറ്ററിലും വരുന്ന പോലെ ഈ ഒരു ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നെക്കിൽ ഫുള്ള് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ ഡിസൈനാണ് ചെയ്യണത്. സ്ലീവിലും ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കസവിൻ്റെ മേലെ വരുന്ന പോർഷനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ ബോർഡറിന് മേലെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ബോർഡറിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇതിൻ്റെ മേലെയിട്ട് ലീഫാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത്. അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ 3 കട്ട് ബീഡ് വെച്ചിട്ടാണ് ഈ ലീഫ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണത്. അതിനുശേഷം സെൻറ്ററിലായിട്ട് വീറ്റ് ബീഡും ഒരു ഷുഗർ ബീഡും വരുന്ന പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഈ ഫ്ലവറിൻ്റെ 4 സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലും ഇതേ ഫ്ലവർ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിൽ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇടവിട്ടിട്ട് ഓരോ ബീഡ് കൂടെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് പറയാം.